Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 41st lecture of Management Concepts and Thought. In today's lecture, we are discussing about the techniques of controlling process, especially modern techniques. In the previous lecture, we already discussed about traditional techniques of controlling process. Let us discuss the modern techniques of managerial control. Modern techniques of controlling are those which are of recent origin and are comparatively new in management literature. These techniques provide a refreshingly new thinking on the ways in which various aspects of an organization can be controlled. This includes return on investment, ratio analysis, responsibility accounting, management audit, and PERT and CPM. In modern techniques, first technique of control is return on investment. Return on investment. Return on investment can be defined as one of the important and useful techniques. It provides the basics and guides for measuring whether or not invested capital has been used effectively for generating a reasonable amount of return. ROI can be used to measure the overall performance of an organization or of its individual departments or divisions. Return on investment or ROI. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുമോ എന്ന് മെഷർ ചെയ്യുന്ന ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. ROI യൂസ് ചെയ്യുന്നത് ഓവറാൾ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർഗനൈസേഷൻ്റെ ഫുള്ളായിട്ടുള്ള പെർഫോമൻസും ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽ ഡിവിഷൻ്റെയും പെർഫോമൻസിനെ മെഷർ ചെയ്യാനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. മോഡേൺ ടെക്നിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് അണ്ടർ നെറ്റ് ഇൻകം ബിഫോർ ഓർ ആഫ്റ്റർ ടാക്സ് may be used for making comparisons. Total investment includes both working as well as fixed capital invested in the business. That is, return on investment is equal to net income divided by cost of investment. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ ചിലവ് എത്രയാണോ അതിൽ നിന്നും നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്നും അതാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് റേഷ്യോ അനാലിസിസ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റേഷ്യോസ് യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്: ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് ടേൺ ഓവർ റേഷ്യോസ്. കോമൺ ആയിട്ട് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത് റേഷ്യോ അനാലിസിസുകളാണ്. അത് ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ടും സോൾവൻസി റേഷ്യോ ഉപയോഗിക്കാറുണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉപയോഗിക്കാറുണ്ട്, ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. തേർഡ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് in which overall involvement of different sections, divisions and departments of an organization are set up as responsibility centers. The head of the center is responsible for achieving the target set for his center. ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഡിഫറെൻറ്റ് സെക്ഷൻസിനെയും ഡിവിഷൻസിനെയും എല്ലാം ഓവറാൾ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു സെൻറ്റർ രൂപീകരിക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻറ്ററിൻ്റെയും ഹെഡ് റെസ്പോൺസിബിൾ ആയിരിക്കും അവരുടെ സെൻറ്ററിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് മേ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്: കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ ഈ ഓരോ സെൻറ്റേഴ്സിലെയും ഹെഡ് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ്ങിനെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്.
Management audit refers to a systematic appraisal of the overall performance of the management of an organization. The purpose is to review the efficiency and effectiveness of management and to improve its performance in future periods. ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെ ഓവറാൾ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വിലയിരുത്തലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഫ്യൂച്ചർ പീരീഡിലെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നതുമാണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ പറയുന്നു ഒരു സിസ്റ്റമാറ്റിക് അപ്രൈസൽ മാനേജ്മെൻറ്റിൻ്റെ ഓവറാൾ പെർഫോമൻസിൽ കൊണ്ടുവരുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് PERT ആൻഡ് CPM. PERT ഈസ് പ്രോഗ്രാംഡ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആൻഡ് CPM ഈസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആർ ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. These techniques therefore help in performing various functions of management like planning, scheduling and implementing time-bound projects involving the performance of a variety of complex, diverse and interrelated activities. PERT and CPM എന്ന് പറയുന്ന മെത്തേഡും കൺട്രോളിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. PERT stands for Programmed Evaluation and Review Technique and CPM stands for Critical Path Method. പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിലും ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ടെക്നിക്കുകളാണ് PERTും CPMും. ടൈം ബൗണ്ട് പ്രോജക്റ്റുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അതായത് വെറൈറ്റി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ടെക്നിക്കുകളാണ് PERTും CPMും. Therefore, these techniques are so interrelated and deal with such factors as time scheduling and resource allocation for these activities. പ്രോജക്റ്റുകളുടെ ടൈം ഷെഡ്യൂളിങ്ങിനും ആക്ടിവിറ്റീസിൻ്റെ റിസോഴ്സ് അലോക്കേഷനും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. Okay, this is all for today's session. Thank you for listening.